ആലപ്പുഴ മുല്ലയ്ക്കൽ തെരുവിൽ വീടുകൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടുകളിൽ ആളില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. ഫയർഫോഴ്സിന്റെ പോലീസിന്റെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മറ്റു വീടുകളിലേക്ക് തൊട്ടടുത്ത് ഒരു 8-10 വീടുകളുണ്ട്, അങ്ങോട്ട് തീ പടർന്നില്ല. അവിടെ വെച്ച് തന്നെ അണയ്ക്കുന്നതിന് സാധിച്ചു. എപ്പോഴും അത് പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആളുകളില്ലായിരുന്നു, ചുറ്റുവട്ടത്തുള്ള വീടുകളിലും ആളുകളില്ലായിരുന്നുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലെ രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം കത്തിപ്പോയതായിട്ടാണ് അറിയുന്നത്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്ക് പിടിച്ച ഒരു പ്രദേശമാണ് ഈ മുല്ലയ്ക്കൽ തെരുവ് എന്ന് പറയുന്നത്. മുല്ലയ്ക്കൽ തെരുവിന് സമീപം കൂട്ടമായി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമൂഹമഠം എന്ന് അറിയപ്പെടുന്ന. ഇവിടെ ഈ ഭാഗത്താണ് ഒരു 3 വീടുകൾക്കധികം വേഗത്തിൽ തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണം എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് അത് കണ്ട് അഗ്നിശമന സേനാ വിഭാഗത്തെ അറിയിച്ച് അവരെത്തി തീ അണച്ചതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. കാരണം ഈ വീടുകളിലൊന്നും ആളില്ലായിരുന്നു. അവർ സാധാരണഗതിയിൽ ഈ സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലയ്ക്കൽ ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് അവിടെ ആളില്ലാതായതും സമീപവാസികൾ കണ്ട് അഗ്നിശമന സേനാ വിഭാഗത്തെ അറിയിച്ചതുകൊണ്ട് വേഗത്തിൽ തീ അണയ്ക്കാനായതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഒരാൾക്ക് പോലും ഒരു നേരിയ പരിക്കു പോലും ഇല്ലാതെ, വീടുകൾക്കും വലിയ കേടുപാടുകളില്ലാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വേഗത്തിൽ തീയണയ്ക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് വീട്ടിൽ ആളുകൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു മേഖലയിൽ ഈ തീപിടുത്തം ഉണ്ടായത്, ആളില്ലാതിരുന്നതും വേഗത്തിൽ തീയണയ്ക്കാനായതുമാണ് ദുരന്തം ഒഴിവായത്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.